ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ല. SITയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണത്തിനെതിരെയുള്ള വിജിലൻസ് കോടതിയുടെ പരാമർശം നീക്കി. വിവരങ്ങളുമായി ഷബ്ന KM ഉണ്ട്. ഷബ്ന, നിർണായകമായിട്ടുള്ള ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. SITയുടെ ആവശ്യം പാടെ തള്ളിയിരിക്കുകയാണ് കോടതി. വിവരങ്ങൾ എന്താണ്? ഗൗതം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം അനുവദിച്ച ഉത്തരവിൽ തന്നെ അന്വേഷണത്തിനെതിരെയും വിജിലൻസ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. തുടർന്നാണ് SIT ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഈ അപ്പീൽ ആദ്യഘട്ടത്തിൽ വാദം നടത്തുമ്പോൾ തന്നെ ഈ പരാമർശം, അതായത് കോടതി അന്വേഷണത്തിനെതിരെ നടത്തിയ പരാമർശം റദ്ദാക്കാം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ ഹൈക്കോടതി അത്തരത്തിൽ ഈ SITയുടെ അന്വേഷണം ശരിയായ രീതിയിലല്ല, അല്ലെങ്കിൽ ഈ തന്ത്രിക്ക് പങ്കില്ല തുടങ്ങിയ കാര്യങ്ങൾ വിജിലൻസ് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഒരു പടി കടന്നാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. കാരണം ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയി ഈ രീതിയിൽ വിജിലൻസ് കോടതി നിലപാട് വ്യക്തമാക്കുകയും ആ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ വിധി പകർപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ആ പരാമർശം നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ തന്ത്രിയുടെ കേസിൽ ജാമ്യം റദ്ദാക്കണം എന്നൊരാവശ്യം അത് അനുവദിക്കാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജാമ്യം റദ്ദാക്കില്ല എന്ന് പറഞ്ഞു. കാരണം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന കാലയളവ്, അതോടൊപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം, അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ജാമ്യം ലഭിച്ച ഉത്തരവ് റദ്ദാക്കാനാവില്ല. പക്ഷേ കോടതി നടത്തിയ പരാമർശം നീക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഒറ്റ കാര്യം കൂടി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ജാമ്യത്തിൽ പുറത്താണുള്ളത്. അപ്പോൾ ഈ നടപടികൾ ശക്തമാക്കുന്നില്ല, പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പുതിയ കോടതിയുടെ പരാമർശവും ഇടപെടലും ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ വിഷയങ്ങളിൽ ഇനി തുടർന്നുള്ള അടുത്ത നീക്കങ്ങൾ? ഗൗതം, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേസ് സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ടല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുമ്പാകെ ഇതിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും ഈ അന്വേഷണ സംഘം കുറച്ചുകൂടി രേഖകൾ പരിശോധിക്കാൻ, അല്ലെങ്കിൽ സാമ്പിളുകൾ പരിശോധിക്കാനുള്ള അനുമതി, ശബരിമലയിൽ കൂടുതൽ പരിശോധനയ്ക്കുള്ള അനുമതി ഇന്നലെ തേടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കുകയും അത് ലാബിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് SIT പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിൽ ഒട്ടും കാലതാമസം ഉണ്ടാകില്ല. ഈ സ്വർണ്ണക്കൊള്ളയുടെ രീതി എന്താണ്, അത് ഏത് രീതിയിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് സംബന്ധിച്ച് ഈ ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ കൃത്യമായി മനസ്സിലാക്കി എന്ന് SIT കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ജാമ്യം റദ്ദാക്കാനാവില്ലെങ്കിലും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ആ രീതിയിൽ വിചാരണ അടക്കം നേരിടേണ്ടി വരും. പക്ഷേ വിജിലൻസ് കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കുന്നില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്ന SITയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് കോടതി.